ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇഗ്നോയിൽ സിനോപ്സ് സബ്മിഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് ഒക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽസായി പറയുന്നുണ്ട്. ഇതാണ് അനക്ഷർ 1 ഫോർമാറ്റ്. ഇതാണ് സിനോപ്സിസിൻ്റെ ഫ്രണ്ട് പേജായി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിൽ ആദ്യം തന്നെ എൻറോൾ നമ്പർ, സ്റ്റഡി സെൻറ്റർ, റീജിയണൽ സെൻറ്റർ, നെയിം ഓഫ് ദി സ്റ്റുഡൻസ്, അഡ്രസ് ഓഫ് ദി സ്റ്റുഡൻസ്, ഇതൊക്കെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക. ഇടതുവശത്ത് കാണുന്ന പ്രൊജക്റ്റ് പ്രപ്പോസൽ നമ്പർ നമ്മൾ ഇപ്പോൾ ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഏരിയ, നമ്മൾ ചൂസ് ചെയ്ത സബ്ജക്റ്റ് ഏരിയ അവിടെ എഴുതുക. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ്, നമ്മൾ ഈ ഇഗ്നോയിൽ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കൊടുത്തൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഫിൽ ചെയ്യുക. പിന്നെ നമ്മൾ സിനോപ്സിസിൻ്റെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് കറക്റ്റായിട്ട് ടോപ്പിക് ഓഫ് ദി പ്രൊജക്റ്റ് അവിടെ ഏതാണ് ടോപ്പിക് സെലക്ട് ചെയ്ത് അത് എഴുതി കൊടുക്കുക. അഡ്രസ് ഓഫ് ദി ഗൈഡ്, നമ്മളൊരു ഗൈഡിനെ ചൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഗൈഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ അഡ്രസ്സാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. അല്ലാതെ വീടിൻ്റെ അല്ല, അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ അഡ്രസ്സാണ് എഴുതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ദ സുപ്പീരിയർ ആൻഡ് അക്കാഡമിക് കൗൺസിലർ ഓഫ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഓഫ് ഇഗ്നോ. ഇഗ്നോയിലെ ഒരു അക്കാഡമിക് കൗൺസിലർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. എസ് ആണെങ്കിൽ എസ് എന്ന് പറഞ്ഞിട്ട് ഏത് സ്റ്റഡി സെൻറ്ററിൻ്റെ കീഴിലാണ് വരുന്നത് അതെടുത്ത് സ്റ്റഡി സെൻറ്റർ കോഡ് കൊടുക്കുക. നോ ആണെങ്കിൽ നോ ഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ കോഴ്സസ് ഹി ഓർ ഷീ ഈസ് കൗൺസിലർ ഫോർ, ഏത് കോഴ്സസാണ് ഇവർ അക്കാഡമിക് കൗൺസിലറായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നത് ആ കോഴ്സ് അവിടെ എഴുതി കൊടുക്കുക. M.Com ആണെങ്കിൽ M.Com, MB ആണെങ്കിൽ M.Com, പർട്ടിക്കുലർ കോഴ്സ് അവിടെ എഴുതി കൊടുക്കുക. പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബീങ് ഗൈഡഡ്, എത്ര സ്റ്റുഡൻസിനെയാണ് ഇത് ഗൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ആണെങ്കിൽ 2 ആണ്, 3 ആണെങ്കിൽ 3, എത്ര സ്റ്റുഡൻസിനെയാണ് അദ്ദേഹം അല്ലെങ്കിൽ അവൾ ഇത് ഗൈഡ് ചെയ്യുന്നത് ആ നമ്പേഴ്സ് അവിടെ എഴുതി കൊടുക്കുക. പിന്നെ സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻറ്റ്, നമ്മളാണ് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സൈൻ ഇട്ട് കൊടുക്കുക. സിഗ്നേച്ചർ ഓഫ് സുപ്പീരിയർ നമ്മുടെ ഗൈഡിൻ്റെ സൈനാണ് അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ താഴെയായി ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റ് നമ്മൾ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യുന്നത്, ഇന്നാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ താഴെയുള്ള സിനോപ്സിസ് അപ്രൂവ്ഡ് ആയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടത്, നമ്മൾ അപ്രൂവൽ ആയിട്ട് നമുക്ക് റിട്ടേൺ പോസ്റ്റിൽ സിനോപ്സിസ് റിട്ടേൺ നമുക്ക് വരുമ്പോൾ ഇതിൽ അപ്രൂവൽ ആണെങ്കിൽ നോട്ട് അപ്രൂവൽ ആണെങ്കിൽ അവിടെ ഫിൽ ചെയ്ത് നമുക്ക് പോസ്റ്റിൽ സെൻഡ് ചെയ്ത് തരുന്നതാണ്. നെക്സ്റ്റ് പേജ് എന്നത് ഒരു ബയോഡാറ്റ പോലെയാണ്. നമ്മുടെ ഗൈഡിൻ്റെ നെയിം, ഏത് പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആണെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അപ്പോൾ നെയിം ഓഫ് ദി കോളേജ്, ഏത് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ആ കോളേജിൻ്റെ പേര്, അഡ്രസ്സ് എഴുതി കൊടുക്കുക. പിന്നെ ഇമെയിൽ അഡ്രസ്സ്, ആ ഗൈഡിൻ്റെ ഇമെയിൽ അഡ്രസ്സ്, കോൺടാക്റ്റ് നമ്പർ, ഗൈഡിൻ്റെ കോൺടാക്റ്റ് നമ്പർ എഴുതി കൊടുക്കുക. പിന്നെ ഒരു സമ്മറി പോലെ ഒരു ഡീറ്റെയിൽ എഴുതി കൊടുക്കുക അവിടെ. പിന്നെ എത്ര ഇയർ എക്സ്പീരിയൻസ്, എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള എക്സ്പീരിയൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഏതെല്ലാം കോളേജിലാണ് എക്സ്പീരിയൻസ് ഉള്ളത് ആ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് ഗൈഡിൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷനാണ്. ഏതൊക്കെ സബ്ജക്റ്റ് ഗൈഡ് പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ കോഴ്സ് ഗൈഡ് പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ PG ആണോ PhD ആണോ ആ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുക്കുക. PhD ആണെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുക്കുക. നെക്സ്റ്റ് ഇതുപോലൊരു പേജാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. പ്രൊജക്ട് സിനോപ്സിസ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രൊജക്ട് സിനോപ്സിസ്. പിന്നെ സബ്ജക്റ്റ് കോഡ് ഏതാണ്, ആ സബ്ജക്റ്റ് കോഴ്സ് നിങ്ങളുടെ സബ്ജക്റ്റ് കോഡ് ഏതാണ് അത് അവിടെ എഴുതി കൊടുക്കുക. MCOP 001 ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് കോഡ്. അപ്പോൾ ടൈറ്റിൽ ഏത് സബ്ജക്റ്റാണ്, ഇപ്പോൾ ഏത് ടോപ്പിക്കാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ ടൈറ്റിൽ അവിടെ എഴുതി കൊടുക്കുക. പിന്നെ സബ്മിറ്റഡ് ബൈ, ആരാണ് സബ്മിറ്റ് ചെയ്യുന്നത് അവരുടെ പേര്. പിന്നെ എൻറോൾ നമ്പർ, അണ്ടർ ഓഫ് ദി ഗൈഡൻസ് ഓഫ്, ആരുടെ അണ്ടറിലാണ് ഗൈഡൻസ് അവരുടെ പേര് എഴുതി കൊടുക്കുക. പിന്നെ സബ്മിറ്റഡ് ഓഫ്, അത് അവിടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഉണ്ട് ഓൾറെഡി. നെക്സ്റ്റ് ടേബിൾ ഓഫ് കണ്ടൻറ്റ്, നമ്മൾ ഈ സിനോപ്സിസിൽ ഏതൊക്കെ കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഇൻട്രൊഡക്ഷൻ, ബാക്ക്ഗ്രൗണ്ട് ഓഫ് സ്റ്റഡി, റേഷൻ ഓഫ് സ്റ്റഡി, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ്. നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും സിനോപ്സിസിലൂടെ ആയിരിക്കണം. അതിൽ ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, നമ്മൾ എടുത്ത സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്. രണ്ടാമതെയാണ് റേഷണൽ ഓഫ് ദ സ്റ്റഡി ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിൻ്റാണ് റിവ്യൂ ഓഫ് ദ റിലേറ്റഡ് ലിറ്ററേച്ചർ. നമ്മൾ
ചൂസ് ചെയ്യുന്ന ടോപ്പിക്സ് ചേഞ്ച് ആണെങ്കിലും എല്ലാത്തിലും ഈ ഒരു പോയിൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഒബ്ജക്റ്റ് ഓഫ് ദ സ്റ്റഡി. നമ്മൾ ഈ സ്റ്റഡി ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ റിസർച്ച് ഓഫ് മെത്തഡോളജി, അതിലും സബ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഹൈപ്പോതെസിസ്, പിന്നെ റിസർച്ച് മെത്തഡോളജി, റെഫറൻസസ്, കേസ് സ്റ്റഡി, സബ്ജക്റ്റ് ഏരിയ, ഇതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് ഒരു സിനോപ്സിസ് തയ്യാർ ചെയ്യേണ്ടത്. ഇതിലൊരു എക്സാമ്പിൾ പോലെ ഞാനൊരു സിനോപ്സിസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നല്ലൊരു സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.